ഹായ്. ഞാൻ ഈയിടയ്ക്ക് കേട്ട ഒരു ജാപ്പനീസ് ലെജൻഡ് ഉണ്ട്. ഇറ്റ് സേസ് ഇഫ് യു ഗെറ്റ് ഓൺ ദ റോങ് ട്രെയിൻ, ഗെറ്റ് ഓഫ് അറ്റ് ദ നിയറസ്റ്റ് സ്റ്റേഷൻ, ബിക്കോസ് ആസ് ലോങ് ആസ് യു സ്റ്റേ ഇൻ ദാറ്റ് ജേർണി ദ മോർ എക്സ്പെൻസീവ് ഇറ്റ് ഗെറ്റ്സ്. അതായത് നിങ്ങൾ ഒരു റോങ് ജേർണിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, റോങ് ട്രെയിനിലാണ് കയറിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിയറസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങുക. നിങ്ങൾ എത്ര നേരം ആലോചിച്ച് അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചോ ഓവർ തിങ്ക് ചെയ്തോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ടോ ആ ട്രെയിനിൽ സമയം ചെലവഴിക്കുന്നോ അത്രയും നിങ്ങളുടെ ജേർണി എക്സ്പെൻസീവ് ആവുകയുള്ളൂ, അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ റിയൽ ലൈഫ് സിനേറിയോസിൽ പറ്റിയിട്ടുള്ള കാര്യമായിരിക്കും. തെറ്റായ ബസ്സിൽ കയറി, അല്ലേ, ഉടനെ ഇറങ്ങേണ്ടി വന്നു, അങ്ങനെ. അപ്പോൾ അതിലിങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ കുറേ ഡിസ്കഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹൗ ഡു യു നോ ദാറ്റ് ഐ എം ഇൻ ദ റോങ് ട്രെയിൻ? ഹൗ ഡു യു നോ ദാറ്റ് യു ആർ ഇൻ ദ റോങ് ട്രെയിൻ? ഇഫ് യുവർ ജേർണി is not taking you where you want, if you get signs that this is not what I want, that means you are on the wrong journey. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ ആ ജേർണിയിൽ നിന്ന് ഇറങ്ങുന്നു, എത്ര പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് ഒഴിവാകുന്നു, അത്രയും ഈസി ആൻഡ് സിമ്പിൾ ആയിരിക്കും നമ്മളുടെ ലൈഫ്. നിങ്ങൾ റൈറ്റ് മെത്തേഡ് അല്ല ഫോളോ ചെയ്തതെങ്കിൽ, ഇതുവരെ നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തന്നെ ജെന്യുവൻ ആയിട്ട് നിങ്ങളോട് തോന്നുന്നുണ്ടെങ്കിൽ, പ്ലീസ് ഗെറ്റ് ഓഫ്. മൈ ഗേൾസ്, യു ആർ ഓൾ ലിമിറ്റ്ലെസ്. അത് നിങ്ങളുടെ ആ പവർ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നില്ല. ബിക്കോസ് നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ പ്രശ്നമാണ്, നമ്മൾ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിന്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഗേൾസിന് എപ്പോഴും ഇങ്ങനൊരു ഫീലിംഗ് തന്നുകൊണ്ടാണ് നമ്മളെ വളർത്തുന്നത്. നിങ്ങളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, നിങ്ങളെ എപ്പോഴും ആരെങ്കിലും സംരക്ഷിക്കും. നമ്മൾ ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോൾ പേരൻസ് പറയും, നമ്മുടെ ബ്രദേഴ്സിനെ കൊണ്ടോ നമ്മുടെ വീട്ടിലെ മറ്റു ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളോട് പറയും, നിങ്ങളത് ചെയ്യേണ്ട, നിങ്ങളത് ഇതാക്കണ്ട, അവർ ചെയ്തോട്ടെ എന്ന് പറയും. പിന്നെ നമ്മളെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് വളർത്തിക്കൊണ്ടുവരും. സ്കൂളിലോ പുറത്ത് നമ്മൾ എന്തെങ്കിലും ഇവന്റ്സിനോ എന്തെങ്കിലും പോകുമ്പോൾ ഗേൾസ് ചെയ്യണ്ട, ഇവർ ചെയ്തോട്ടെ, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എന്താ പറയാ, അപ്പം നമ്മൾ വിചാരിക്കും, ഓ ശരിയാണല്ലോ, ഞാൻ ഭയങ്കര പ്രഷ്യസ് ആണല്ലോ, ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇൻഡിപെൻഡന്റ് ലൈഫിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് വേ, റൈറ്റ്? എല്ലാവരും അങ്ങനെ നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു ലോകമല്ല ഇത്. ആൻഡ് ഓൾസോ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഓഫ് എന്നെ എപ്പോഴും കെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു ഫീലിംഗ് അങ്ങനെ വേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മളെ അങ്ങനെ ഒരു ഫീലിംഗ് തന്നിട്ടാണ് നമ്മളുടെ സൊസൈറ്റി നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. പക്ഷെ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അങ്ങനെ അല്ല കാര്യങ്ങൾ. ഇറ്റ്സ് 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 എ വെരി ഡിഫിക്കൾട്ട് തിങ് ടു എക്സ്പ്ലെയിൻ. പക്ഷെ ഞാൻ പറഞ്ഞു തരട്ടെ, കാരണം ഒരുപാട് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഏജ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ്. ഇറ്റ്സ് ഏജ് ഓഫ് സിഗ്മാസ് ആൻഡ് ആൽഫാസ് ആൻഡ് ജെൻസീസ് ആൻഡ് വാട്ട് നോട്ട്, അല്ലേ? അപ്പൊ നമ്മളുടെ ചുറ്റിലും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും, സൊസൈറ്റി ഒരുപാട് മാറുന്നുണ്ട്, ലോകം മാറുന്നുണ്ട്, സൊസൈറ്റി ഭയങ്കര പ്രോഗ്രസീവ് ആണ്. അല്ലെങ്കിൽ ചില ആളുകൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അവർ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും, എന്തൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകളാ, എന്തൊരു നന്നായിട്ട് ചിന്തിക്കുന്ന ആളുകളാ. പക്ഷെ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ ചിൽഡ്രൻ, they are most of them the so called influencers or whatever today are just making use of your vulnerability. Okay, അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രോഗ്രസീവ്നെസ് സംസാരിക്കുന്ന ആളുകൾ തന്നെ ഒരുപാട് ടോക്സിക്കായി മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന ഇൻസിഡൻസ് നമ്മൾ ദിനവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ന്യൂസിലും നമ്മുടെ മീഡിയയിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സോ ഡോണ്ട് തിങ്ക് ഞാൻ ഭയങ്കര പ്രോഗ്രസീവ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയേ സൊസൈറ്റി കാണുന്നുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലോസ് വൺസ് അതിന് നിങ്ങൾക്ക് തരുന്ന റിയാക്ഷൻ, നിങ്ങളുടെ പേരൻസ് ആകാം, റിലേറ്റീവ്സ് ആവാം, ക്ലോസസ്റ്റ് ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അത് നിങ്ങളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Don't settle for anything that makes you feel that you are not on the right journey, you are not on the right track. നിങ്ങൾക്ക് തോന്നാണ്, ഞാൻ ഈ പോകുന്നത് ശരിയായതല്ല, ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല, ഇതെന്നെ എൻ്റെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നില്ല. അപ്പം അത് മാറ്റാനുള്ള ഫ്രീഡം നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്. നമ്മൾ പോകുന്ന വഴി ശരിയല്ല, നമ്മൾ പഠിക്കുന്ന രീതി ശരിയല്ല, നമ്മൾ ചിന്തിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളെങ്കിൽ അത് മാറ്റാനുള്ള പവർ അത് നമ്മുടെ കയ്യിലാണ്. അത് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമ്മളുടെ ഫ്യൂച്ചറിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം നിങ്ങളിൽ കുറേ പേരൊക്കെ ആദ്യമായിട്ട് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കാം 12th കഴിഞ്ഞിട്ട്. റിപ്പീറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് എഴുതാൻ പോകുന്നവരുണ്ടാകും. ഒരുപാട് വർഷങ്ങൾക്ക് ആയിട്ട് ഈ എക്സാമിന് വേണ്ടി ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ടാകാം. നിങ്ങൾ ഏത് സിറ്റുവേഷനിലുള്ള ആളാണെങ്കിലും
ഏതൊരു കാര്യം നിങ്ങളെ ഭയങ്കരമായിട്ട് മനസ്സിനെ ഇപ്പം വിഷമിക്കുന്നുണ്ടെങ്കിലും യു ഹാവ് ദ പവർ ടു ചേഞ്ച് ഇറ്റ്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ പഠിച്ചാൽ, ഇപ്പോൾ നമ്മൾ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്ത് വേറെ ഒന്നും വിചാരിക്കേണ്ട, കൺവിൻസ് യുവർ സെൽഫ്. വേറെ ആരെയും നിങ്ങൾ പ്രീതിപ്പെടുത്തണ്ട, ആരെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക. നിങ്ങളിപ്പോൾ പഠിച്ച് നീറ്റ് 2025 നല്ലൊരു സ്കോർ വാങ്ങി നല്ലൊരു കോളേജിൽ പഠിച്ച് നല്ലൊരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ the future, the secure career that you are going to get, the financial freedom that you are going to get. ഫിനാൻഷ്യൽ ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങളെ ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ നിങ്ങളുടെ ഫ്യൂച്ചറിൽ സഹായിക്കും. ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻസിൽ നിന്നും വാക്ക് അവേ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് പോലും ഇടാനുള്ള ഫ്രീഡം ഉണ്ടാവില്ല. ചിലപ്പോൾ ഇഷ്ടമുള്ള പോലെ ഡ്രസ്സപ്പ് ചെയ്യാനോ, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനോ, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനോ, ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കാനോ, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ പോലും ഇടാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബിക്കോസ് ചിലരൊക്കെ നിങ്ങളെ തന്നെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആക്കിയതായിരിക്കും, പക്ഷെ ചിലർക്ക് വേറെ പല റെസ്ട്രിക്ഷൻസും ഉണ്ടാക്കും. സോ ഇഫ് സംതിങ് ഇസ് ഡോമിനേറ്റിംഗ് യു ദാറ്റ് വേ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ ഗേൾസ്, യു ഹാവ് ദ പവർ ടു ചേഞ്ച് ഇറ്റ്. നിങ്ങളെ ഫോർ എവർ ലൈഫ് ആരും പ്രൊട്ടക്ട് ചെയ്യണമെന്നില്ല, നിങ്ങളെ ഫോർ എവർ ലൈഫ് ആരും ഡോമിനേറ്റ് ചെയ്യണമെന്നില്ല. യു ഹാവ് ദ പവർ ടു മേക്ക് യുവർ ഓൺ ഡിസിഷൻസ്. യു ക്യാൻ travel the world, you can dress up the way you want, you can speak up what you want. If something is making you uncomfortable, please speak up. ഓക്കെ? അപ്പോൾ അതിനൊക്കെയുള്ള പവർ നിങ്ങൾക്ക് വരുന്ന എപ്പോഴാണെന്നറിയാം. അപ്പോൾ നിങ്ങൾ പറയും, ഒരുപാട് മക്കൾ പറയുന്ന ഒരു കാര്യമാണ്, മിസ്സേ എനിക്കും അങ്ങനെ പറയാൻ പേടിയാണ്, കാരണം അങ്ങനെ പറഞ്ഞാൽ എൻ്റെ സിറ്റുവേഷൻ എന്താ, എൻ്റെ അവസ്ഥ എന്താകും, എന്നെക്കുറിച്ച് ആളുകൾ എന്ത് വിചാരിക്കും. ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മൾ ഫിനാൻഷ്യലി സെറ്റിൽ ആകുമ്പോൾ, നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കുമ്പോൾ, നമുക്ക് നല്ലൊരു സെക്യൂർ കരിയർ ഉണ്ട്, ഒരു റെസ്പെക്റ്റഡ് പൊസിഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ, വി ഹാവ് ഓൾ ദാറ്റ് ഫ്രീഡം ടു മേക്ക് അവർ ഓൺ ഡിസിഷൻസ് ആൻഡ് ഓൾസോ വി ക്യാൻ ഹെൽപ്പ് ദ പീപ്പിൾ അറൗണ്ട് us. ഓക്കെ? അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ പോലും സ്റ്റോപ്പ് ചെയ്യാനുള്ള, ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പോലും, അത് വേണ്ട, അങ്ങനെ എന്നോട് പറയല്ലേ എന്ന് പറയാൻ പോലുമുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ പറയും, മിസ്സേ ഞാൻ അങ്ങനെ പറഞ്ഞാലും എന്നെ ആര് ബാക്കപ്പ് ചെയ്യും, എന്നെ ആര് സപ്പോർട്ട് ചെയ്യും, എന്നെ ആര് സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. ഇതൊക്കെ വരും. ഓക്കെ? ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതുകൊണ്ട് ഇപ്പോൾ മക്കൾ ഡിസൈഡ് ചെയ്യുക, വാട്ട് ഡു യു വോണ്ട് ടു ബി ഇൻ ദ നെക്സ്റ്റ് 10 years 15 years. അപ്പോഴും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്ത്, ആരെങ്കിലുമാലൊക്കെ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യപ്പെട്ട്, അടിച്ചമർത്തപ്പെട്ട്, ഇങ്ങനെ എന്താ പറയുക, വേണ്ടായിരുന്നു എന്നുള്ള, ഞാൻ ഇത് ചെയ്യേണ്ടായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റ്ഫുൾ ലൈഫ് ജീവിക്കാനാണോ മക്കൾ ആഗ്രഹിക്കുന്നത്? MBBS മാത്രമല്ല, ഡോക്ടർ എന്നുള്ളൊരിത് മാത്രമല്ല, നിങ്ങൾ ഏതൊരു പ്രൊഫഷനിലാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിലും, ഏതൊരു ഡ്രീം ജോബാണ് നിങ്ങൾ ഡ്രീം ചെയ്യുന്നതെങ്കിലും, ടു വർക്ക് ഫോർ ഇറ്റ്. ഓക്കെ? ബിക്കോസ് ലൈഫ് ഓൺലി ഗിവ്സ് യു ദാറ്റ് ചാൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് മതിയായിരുന്നു 20 വർഷം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ആ കരിയർ ആയിരുന്നു ഇഷ്ടം, എനിക്ക് അത് ഏറ്റെടുക്കായിരുന്നു. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് ഏജിലും ചിലപ്പം ശ്രമിക്കാവുന്ന പ്രൊഫഷൻസ് ഉണ്ടാവും, പക്ഷെ എല്ലാ പ്രൊഫഷൻസും അങ്ങനെയല്ല. So please work for that dream job right now. Work for that financial freedom right now. That is very important. And also, my children, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബേസിക് ആയിട്ട് നിങ്ങൾ അതിന് ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെങ്കിലും ഹാവ് എ ക്ലിയർ വിഷൻ ഓഫ് വാട്ട് യു വോണ്ട്. ഈ നീറ്റ് 2025 അതാണോ എനിക്ക് ശരിക്കും വേണ്ടത്, MBBS ആണോ എനിക്ക് ശരിക്കും വേണ്ടത്? അത് ഒന്നാമത്തെ കാര്യം. ഹാവ് എ ക്ലിയർ വിഷൻ ഓഫ് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾ വേറെ സംഭവമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഓക്കെ? സോ പ്ലീസ് ഡിസൈഡ് ദാറ്റ്. രണ്ടാമത്തത്, യു ഹാവ് ടു കൺവിൻസ് യുവർ സെൽഫ് ദാറ്റ് എങ്ങനെയെങ്കിലും ഇപ്രാവശ്യം ഞാൻ നീറ്റ് ക്ലിയർ ചെയ്യും. നിങ്ങളെ തന്നെ ഈ ഒരു പ്രാവശ്യവും കൂടെ, ഈ ലാസ്റ്റ് ടൈമും കൂടെ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, എൻ്റെ ഫൈനൽ ഇത് ഞാൻ കൊടുക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾക്ക് കുറച്ച് സെൽഫിഷ് ആവാം. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ അൺനെസസറി ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ, കോൺവെർസേഷൻസിനെ, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് തരാത്ത എല്ലാ കാര്യങ്ങളെയും അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആരെയും നിങ്ങൾ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈ ചിൽഡ്രൻ, പ്ലീസ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ? ആൻഡ് ഓൾസോ, നിങ്ങൾ ഡ്രീം ചെയ്യുന്നത് ഒരു ഡോക്ടർ എന്നുള്ള ജോബാണെങ്കിൽ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എനി പ്രൊഫഷൻ, ഇറ്റ് ഈസ് ഓൾസോ എ പ്രൊഫഷൻ ദാറ്റ് യു ക്യാൻ ബി വെരി പ്രൗഡ് ഓഫ്, ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി സേവിങ് ലൈഫ്സ്. ആർ യു റെഡി ഫോർ ദാറ്റ്? ആർ ു റെഡി ടു ടേക്ക് അപ്പ് ദാറ്റ്? കാരണം ഭയങ്കര കംഫർട്ടബിൾ വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ ലൈഫ് ആയിരിക്കും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? യെസ്, എല്ലാ ജോബും ഭയങ്കരമായി റെസ്പെക്ട്ഫുൾ ആണ്. എല്ലാ ജോബിലും അതിൻ്റെതായ സ്ട്രെസ്സും റിസ്കുകളും ഉണ്ട്. ഈ ഒരു പ്രൊഫഷനിലും അതുണ്ട്.
ആർ യു റെഡി ടു ടേക്ക് ദാറ്റ് അപ്പ്? അപ്പം അത് ആലോചിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ പഠിക്കുക, ഇപ്പം നിങ്ങൾ പറയും മിസ്സേ ഞാൻ രാവിലെ മുതൽ കുറേ മണിക്കൂർ പഠിക്കുന്നുണ്ട്, ഞാൻ 14 മണിക്കൂർ പഠിച്ചു, 12 മണിക്കൂർ പഠിച്ചു, പക്ഷേ എനിക്കൊരു ഗുഡ് ഫീലിംഗ് കിട്ടുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് യുവർ സ്റ്റഡി അവേഴ്സ് ആർ നോട്ട് പ്രൊഡക്റ്റീവ്. സി ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റീഡിങ് ഓർ ലേണിംഗ് ആൻഡ് പ്രൊഡക്റ്റീവ് ലേണിംഗ്. ജസ്റ്റ് ലേണിംഗ് നിങ്ങൾ വെറുതെ ഇങ്ങനെ കുറേ വായിച്ചു കൂട്ടുന്നു, കുറേ എഴുതുന്നു, കുറേ വീഡിയോസ് കാണുന്നു, നിങ്ങൾ കുറേ വീഡിയോസ് കേൾക്കുന്നു, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നു, ബട്ട് എൻഡ് ഓഫ് ദ ഡേ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, യു ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് ഫീലിംഗ് ദാറ്റ് ഞാൻ എന്തോ അക്കോംപ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹൗ ടു മേക്ക് യുവർ സ്റ്റഡി അവേഴ്സ് പ്രൊഡക്റ്റീവ്? ഡു എ പ്ലാൻഡ് സ്റ്റഡി. നിങ്ങളുടെ സ്റ്റഡി അവേഴ്സിനെ ചെറിയ ചെറിയ സ്ലോട്ട്സ് ആയിട്ട് കട്ട് ചെയ്യുക, ടൈം സ്ലോട്ട് വെക്കുക. ആ ടൈം സ്ലോട്ടിൽ ഞാൻ 2 പേജ് വായിക്കും, ആ 2 പേജിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു നോക്കും. റിവാർഡ് യുവർ സെൽഫ്. ഓക്കെ, ഓരോ ടെസ്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ മാർക്ക് ചെയ്യുക, ചെറിയ ചെറിയ സെൽഫ് റിവാർഡ്സ് കൊടുക്കുക. ആൻഡ് ഓൾസോ ഒട്ടും നിങ്ങൾക്ക് അങ്ങ് പറ്റുന്നില്ല, ഒരു ഫുൾ ഡേ നിങ്ങൾ ഭയങ്കര ലേസ് ഔട്ട് ആയി പോകുന്നു, സ്റ്റഡി ശരിയാവണേ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ സ്റ്റഡി എൻവറോൺമെൻറ്റ് ഒന്ന് മാറ്റി വെക്കുക. ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, നമ്മുടെ വീട്ടിൽ അല്ലാണ്ട് നമ്മൾ ചിലപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ഒരു ലൈബ്രറിയിൽ പോയിരുന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗാർഡനിൽ പോയിരുന്നോ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പം പീസ്ഫുള്ളായി പഠിക്കാൻ പറ്റാറില്ലേ? കാരണം ഇറ്റ് ഈസ് ഓൾ എന്താ പറയുക, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെ ഒരു പ്രശ്നമാണത്. ഒരേ ടേബിള്, ഒരേ റൂം, ഒരേ ടേബിള്, ഈ ഒരു ഇടുങ്ങിയ സ്ഥലത്തിരുന്നിട്ട് എനിക്ക് എന്നും മനസ്സ് നമ്മുടെ മടുത്തു പോകും അല്ലേ? സോ ചേഞ്ച് യുവർ സ്റ്റഡി എൻവറോൺമെൻറ്റ്. പുറത്ത് വേറെ എവിടെയെങ്കിലും പഠിക്കാൻ പോയിരുന്ന അവസരമുള്ള മക്കളാണെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കുക. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിരുന്ന് പഠിച്ചോളൂ, വെറെവർ യു വാണ്ട്. അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിക്കേ, ഇറ്റ് മൈറ്റ് വർക്ക് ഔട്ട് ഫോർ യു. അല്ലെങ്കിൽ നിങ്ങളാ ഇരിക്കുന്ന ഇനി പുറത്തൊന്നും പോയിരുന്ന് പഠിക്കാനോ വേറെ സ്ഥലങ്ങളിൽ പോയിരുന്ന് പഠിക്കാനോ അവസരമില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ചേഞ്ച് യുവർ റൂമിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. നിങ്ങളുടെ ടേബിൾ ഇട്ടിരിക്കുന്ന ഒരു പൊസിഷനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി നോക്കുക, ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇറ്റ് വിൽ വർക്ക് ഔട്ട് ഫോർ യു. പിന്നെ ഓൾസോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ടേക്ക് ബ്രേക്സ്. ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ വെറുതെ പോയിട്ട് കുറേ നേരം ഫോണിൽ റീല് കണ്ടിരിക്കലല്ല, അല്ലെങ്കിൽ വെറുതെ പോയിട്ട് ആരോടെങ്കിലുമൊക്കെ അൺനെസസറി ആയിട്ട് കുറേ സംസാരിച്ചിരിക്കുകയല്ല. സോ വെൻ ഐ സേ ടേക്ക് ബ്രേക്സ്, make your breaks so relaxing that you will be so relaxed, all the good hormones will be released. അപ്പോൾ ആ ബ്രേക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര നല്ല ഫീലിംഗ് ആയിരിക്കും, നമുക്ക് വീണ്ടും ഹാപ്പി ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ സ്റ്റഡിയിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ ചെയ്യാൻ, നിങ്ങളുടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കുന്ന നിങ്ങളുടെ ബ്രേക്സിനെ, ചിലർക്ക് പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് വാക്കിന് പോകാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെറുതെ ഇരിക്കാൻ, ചിലർക്ക് ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമായിരിക്കും. സോഷ്യൽ മീഡിയ ഒഴിച്ച്, അതായത് സോഷ്യൽ മീഡിയ നിങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൺസ്യൂം ചെയ്ത് കളയും. ഓക്കെ, അതങ്ങ് ഡിസ്ട്രാക്ട് ചെയ്ത് നിങ്ങളെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലേക്കാവും. സോഷ്യൽ മീഡിയ ഒഴിച്ച് ബാക്കി ഏത് രീതിയിലുള്ള റിലാക്സേഷനും നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും നല്ലതാണ്, ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് റിലാക്സേഷൻ ആണ് ബീങ് ക്ലോസ് ടു നേച്ചർ. ഒരു ഗാർഡനിലൊക്കെ പോവുക, വാക്ക് ചെയ്യുക, നല്ല കുറച്ച് ഓക്സിജനൊക്കെ ശ്വസിക്കുക. ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു അലോട്ട്. സോ ബേസിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ നിങ്ങളെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇപ്പോൾ കുറേ ടെക്നോളജി ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുണ്ടല്ലോ, കുറേ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മിസ് വേറെ വീഡിയോസിലായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ ഗേൾസിനോട് പറയാനുള്ളത്, സി യു ക്യാൻ സ്റ്റിൽ ചേഞ്ച് യുവർ NEET 2025 സ്കോർ. ലെറ്റ് ഇറ്റ് ബി. കോമ്പറ്റീഷൻ എത്രയോ ആയിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റിനും കുറേ ആളുകൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും, ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും, കട്ട് ഓഫ് ഉണ്ടാവും, അത് കൂടുതലായിരിക്കും, അതാണ് ഇതാണ്, കുറേ പേര് ഇപ്രാവശ്യം എഴുതുന്നുണ്ടാവും, കുറേ കാര്യങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ എല്ലാ 50,000 ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ്സും വേണോ? വേണ്ടല്ലോ. ആ ഒരു കോളേജിലെ ആ ഒരു സീറ്റ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന, നിങ്ങൾ ഡ്രീം ചെയ്യുന്ന ആ സീറ്റല്ലേ നിങ്ങൾക്ക് വേണ്ടത്. ആ സീറ്റിന് വേണ്ടി, ആ മാർക്കിന് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാം. ഓർക്കുക, നമ്മൾ വർക്ക് ചെയ്യുന്നത് വെറും ഒരു MBBS സീറ്റിന് വേണ്ടിയോ വെറും ഒരു ഡിഗ്രിക്ക് വേണ്ടിയിട്ടോ അല്ല. യു ആർ വർക്കിംഗ് ഹാർഡ്, യു ആർ സ്റ്റഡിങ് ഫോർ യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം, യു ആർ വർക്കിംഗ് ഫോർ യുവർ സെക്യൂർ കരിയർ, യു ആർ വർക്കിംഗ് ടു ചേഞ്ച് ദ ഫ്യൂച്ചർ ഓഫ് യുവർ സെൽഫ്, യുവർ ഡിയർ വൺസ്. ആൻഡ് പാരൻസിനൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മക്കൾ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ലൈഫാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു എൻവറോൺമെൻറ്റിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനായിട്ട്, അതായത് നാളെ ഒരു വിഷമം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരാളുടെ അടുത്തും നിങ്ങൾക്ക് കൈ നീട്ടേണ്ട വരാത്തൊരവസ്ഥ, അതായത് നിങ്ങളുടേതായ ആ സെക്യൂർ ലൈഫ്, ഫിനാൻഷ്യലി പ്രൊഫഷണലി എല്ലാത്തിലും നിങ്ങൾക്ക് ആ സെക്യൂർ ലൈഫ്, ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ആലോചിക്കും മക്കളെ. യെസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ പറയും, മിസ് മണി കാൺ ബൈ എനിത്തിങ്, മണി ഈസ് നോട്ട് എവറിത്തിങ്. മണി ഈസ് നോട്ട് എവറിത്തിങ്, ബട്ട് മണി ഈസ് ഡെഫിനറ്റ്ലി സംതിങ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അതുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേരുടെ ലൈഫ് നിങ്ങൾക്ക് അതുകൊണ്ട് ബെറ്റർ ആക്കാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇഫ് യു ഫീൽ യു ആർ ഓൺ ദ റോങ് ജേർണി, യു ആർ ഓൺ ദ റോങ് ട്രെയിൻ,
ഇറങ്ങിക, അങ്ങടെ ചാടിക്കോ, ഒന്നും പറ്റൂല. ഓക്കെ, റോങ് റിലേഷൻഷിപ്പ് ആവാം, റോങ് ഫ്രണ്ട്ഷിപ്സ് ആവാം, റോങ് വേ ഓഫ് സ്റ്റഡി ആകാം, റോങ് തോട്ട്സ് ആവാം, അല്ലേ? നിങ്ങൾ എന്ത് റോങ് ഫീലിങ്ങിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും, റോങ് ജേർണിയിലാണുള്ളതെങ്കിലും എടുത്ത് ചാടുക ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് റൈറ്റ് അവേ. റീചാനൽ യുവർ സ്റ്റഡി, റീഡിസൈൻ യുവർ സ്റ്റഡി. ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി സമയമുണ്ട്, നല്ല പോലെ പഠിക്കുക. ആൻഡ് സൈലത്തിൻ്റെ കോഴ്സസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, യു ഓൾറെഡി നോ. ഇപ്പോൾ നമ്മുടെ XPL 3.0 ഓൺലൈനായിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓഫ്ലൈനായിട്ട് LMRP റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എല്ലാത്തിനും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. So please make use of all of this and you can decide what you want to do, children. It's up to you. But always remember that you are limitless and you have immense possibilities, okay? And your life ahead is amazing, my future doctor. Good luck.